ഉച്ചയ്ക്ക് ലഞ്ചിന് കഴിക്കാനായിട്ട് പരിപ്പ് താളിച്ചതും ബീട്രൂട്ട് ഉപ്പേരിയും ചോറുമാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് പരിപ്പ് കുക്കറിൽ വേവാനിട്ടുണ്ട്. അതിന് ശേഷം ഉപ്പേരി താളിച്ചെടുത്തു. കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുക് പൊട്ടിക്കുക. അതിലേക്ക് വറ്റൽമുളകും നീളത്തിൽ തന്നെ പച്ചമുളകും സവോളയും ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ടും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് സിമ്മിലിട്ട് വേവിച്ചെടുത്തപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ആ ഗ്യാപ്പിൽ പരിപ്പും വെന്ത് വന്നു, ചോറും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റായിട്ട് പരിപ്പ് താളിച്ച് കൂട്ടി ബീട്രൂട്ട് ഉപ്പേരിയിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുത്തപ്പോൾ ലഞ്ച് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു അയണിൻ്റെ ഫിഷ് ഫ്രൈ തവ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് സീസണിങ് ചെയ്തെടുക്കാൻ വിചാരിച്ചു. നമ്മുടെ അയൺ പാത്രങ്ങൾ സീസണിങ് ചെയ്തെടുക്കുകയാണെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രം പോലെ തന്നെ എന്ത് സാധനങ്ങളും അടിയിൽ പിടിക്കാതെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ സീസണിങ് ചെയ്യുന്നതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാനൊരു ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക. അയൺ പാത്രം നമുക്ക് അത്രയും നല്ലതാണ്. നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ മിക്കവാറും ഒഴിവാക്കുന്നതാണ് നമ്മൾ നല്ലത്. അപ്പോൾ ഇന്നത്തെ മിനി വ്ളോഗ് ഇത്രയേ